ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കുന്നത്. ഏത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ടൊമാറ്റോയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടു. അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടു. അതൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ആ സവാള വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തു. കായപ്പൊടി ചേർക്കുമ്പോൾ ഈ ചട്നിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അതൊന്ന് ഇളക്കി ആ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കണം. നല്ല പഴുത്ത തക്കാളിയാണ് ഉപയോഗിക്കേണ്ടത്. പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി അരിഞ്ഞതിട്ടു. അതും ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി കുറച്ചൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി മതിയാവും. ചെറിയ പീസസ് ആക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് അടച്ചും വെക്കാം. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും അത് കുറച്ച് വെന്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ടു. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. തണുക്കാനായിട്ട് വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതൊന്ന് അരച്ചെടുക്കാം. അത് അരച്ച് വെച്ചു. ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടു. മുളകും കറിവേപ്പിലയും കൂടി ഇടാം. ആ വറുത്തത് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ക്യാരറ്റ് ചട്നി റെഡിയായി. ഇത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ചട്നിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.